ബിജുവേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ കാശ്മീരിന്റെ ഒരു അവസ്ഥ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തില്ലായിരുന്നു. അവിടെ സൈന്യത്തിന്റെ ഒരു വമ്പൻ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അതിനിടയിൽ ഈ ഇടയ്ക്ക് പുറത്തു വന്നൊരു വാർത്ത, അത് 2-3 ദിവസമായാലും തോന്നുന്നു, അവിടെ ഈ ഹസ്രത് ബൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം പള്ളി, ആ പള്ളിയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഒരു ശിലാഫലകം പുറത്തു വയ്ക്കുന്നു. ആ ഫലകത്തിൽ നമ്മുടെ അശോക സ്തംഭമുണ്ട്. അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് അവിടെ ഒരു കൂട്ടം ആൾക്കാർ ആ അശോക സ്തംഭത്തിനെ മാത്രം നശിപ്പിച്ചു കളയുന്ന ഒരു ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാശ്മീരിൽ ഈ ഭീകരവാദത്തെ എത്രയധികം അടിച്ചമർത്താൻ ശ്രമിച്ചാലും എനിക്ക് ബേസിക്കലി ചോദിക്കാനുള്ള സംഭവമാണ്, അശോക സ്തംഭത്തേക്ക് ആക്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ആക്രമിക്കുന്നത് പോലെയാണ്. ഈ കശ്മീരി ജനങ്ങളുടെ ഉള്ളിൽ ഊറിക്കിടക്കുകയാണോ ബിജുചേട്ടാ ഈ മതാന്ധത? അത് അവരുടെ മൊത്തത്തിൽ അവരുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുകയാണോ അവരുടെ മതാന്ധത എന്ന് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. കശ്മീർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലോട്ട് വരാം. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോ ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ, തീവ്രവാദികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്നാണ് പറയുന്നത്. വയറെഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, സ്വതന്ത്ര മാധ്യമ റിജാസ്. ഈ റിജാസ് എന്ന് പറഞ്ഞ ഒരുത്തനെ ഇവിടെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ATS അള്ളിക്കൊണ്ട് പോയായിരുന്നു, നാഗ്പൂരിലുള്ള. അപ്പോ യവന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യവൻ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പോസ്റ്റ് ഇട്ടു. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പോസ്റ്റ് യവൻ അള്ളിക്കൊണ്ടുപോയി. ഇപ്പൊ യവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ഉത്തർപ്രദേശിലോട്ടല്ലേ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അവനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് അവന് അനുകൂലമായിട്ട് പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് വേറൊരു തീവ്രവാദി, സിദ്ദിഖാപ്പൻ. പറഞ്ഞാൽ അറിയും നമ്മള്, സിദ്ദിഖാപ്പൻ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. അപ്പോ ഇവരെല്ലാം കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കുക. അത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഈ നമ്മുടെ രാജ്യത്തിനെതിരെ പറയുക, അല്ലെങ്കിൽ നമ്മൾ നടത്തിയ സൈന്യത്തിനെതിരെ പറയുക, അവർ നടത്തിയ ഒരു ഓപ്പറേഷനെതിരെ പറയുക. ഇവിടെ വേറൊരു ഭാഗത്ത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പാരലൽ വേൾഡിൽ പോലും നടക്കുന്ന കാര്യമല്ല. അശോക സ്തംഭം തകർക്കുക, പാസ്പോർട്ടിൽ ഇതുണ്ട്, അത് നിങ്ങൾ തകർക്കുവോ അല്ലെങ്കിൽ അത് കീറി എറിയോ എന്നൊക്കെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കറൻസിയിലുണ്ട്, അത് നിങ്ങൾ കീറി എറിയോ എന്ന് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പോരാത്തതിന് ഇന്നലെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പിലെ ക്രിക്കറ്റ് മാച്ച് വിജയട്ടം കണ്ടായിരുന്നല്ലോ. ആവേശം വരും സത്യമായിട്ടും. അത് പാകിസ്ഥാൻകാരുടെ മുഖത്ത് പോലും നോക്കിയില്ല, അടിച്ച് അവന്മാരെ കീറി. അത് വേറെ കാര്യം. അപ്പൊ നമ്മളെ കേരളത്തിലെ പല സുഡാപ്പി മാധ്യമങ്ങളും, എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നത് ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട തലക്കെട്ടുകളൊക്കെയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഈ പഹൽഗാം അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് കൈ കൊടുത്തില്ല. വളരെ ദേഷ്യത്തിൽ പോയി, വളരെ വലിയ ആവേശമായിരുന്നു, ആഘോഷമായിരുന്നു. ഇപ്പോ ഈ സുഡാപ്പികളുടെ മാധ്യമങ്ങളൊക്കെ ഞാൻ ഇന്നലെ എടുത്തു നോക്കിയപ്പോൾ അവരുടെ തലക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാമോ? അതായത് ഇന്ത്യ ജയിക്കുകയും ചെയ്തു, ഇന്ത്യക്ക് അനുകൂലമായിട്ട് എഴുതാനും പറ്റണം, എന്നാൽ തങ്ങൾക്കുള്ളിലെ ആ ഒരു സുഡാപ്പിത്തരം പുറത്തു വരാനും പാടില്ല. ആ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: വലിയ കാര്യമൊന്നുമില്ല, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കഴിഞ്ഞു, ഇന്ത്യ ജയിച്ചു. ഇതാണ് തലക്കെട്ട്. വലിയ കാര്യമൊന്നുമില്ല, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും ഇന്ത്യ ജയിച്ചു. ഇതാണ് ഒരു മാധ്യമത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഞാൻ മനോരമ എടുത്ത് നോക്കിയപ്പോൾ മനോരമയിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടത്, ഈ പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അലയൊലികൾ അടങ്ങുന്നില്ല. ഒരു ഇസ്രായേൽ മോഡൽ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ കശ്മീരിൽ മൊത്തത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ കേൾക്കുന്നു. പിന്നെ അവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ മതാന്ധത ബാധിച്ച ഒരുപാട് ആൾക്കാരുണ്ടെന്ന്, ഒരു സിവിലിയൻസ് ഉണ്ടെന്ന്. അവരൊക്കെ ഇപ്പോൾ ഒരുവിധം നമ്മുടെ സൈന്യത്തിന്റെ കരുത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഞാൻ നാളെ ഭരണം മാറുമ്പോൾ ഇവരൊക്കെ തല പൊക്കുമെന്ന് അറിയില്ല. എന്താണ് ഇപ്പോൾ അവിടുത്തെ നിലവിലത്തെ സിറ്റുവേഷൻ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് നാളായി കാശ്മീരിലെ ഒരു വിഷയം, പഹൽഗാമിലെ ആ ഭീകരാക്രമണത്തിന് ശേഷം നമ്മളത് ചർച്ച ചെയ്തിട്ടില്ല. നമ്മളെന്നല്ല, മിക്കവാറും ഒരു മാധ്യമങ്ങളും ഇപ്പോൾ കാശ്മീർ ഒരു വിഷയമായിട്ട് എടുക്കാറില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് കാശ്മീർ വിഷയമായി എടുത്തതെന്ന് വെച്ചാൽ, കാശ്മീരിൽ നടക്കുന്ന ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ട്, ഒരു നിശബ്ദമായ ഒരു ഓപ്പറേഷൻ, വലിയ രീതിയിലൊരു മൂവ്മെന്റ് ആണ്. അതിൽ ചില വാർത്തകളാണ് ഈ പുറത്തു വരുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു, ശ്രീ ധനുഷ് നേരത്തെ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഒരു പള്ളിയുടെ കാര്യം, ഹസ്രത്ത് പള്ളി. ഈ പള്ളി ഹസ്രത്ത് ബെല്ല് മുഗളന്മാരുടെ കാലത്തുണ്ടായിരുന്ന അതിപൗരാണികമായ ചിത്രപ്പണികളോട് കൂടിയ ഒരു പള്ളിയാണ്. അത് പലവട്ടം പുനരുദ്ധരിച്ചിട്ടുണ്ട്. ഇത്തവണ അത് വഖഫ് ബോർഡ് മുൻകൈ എടുത്തുകൊണ്ട് അത് ഇറ്റാലിയൻ മാർബിളും മറ്റുമൊക്കെ വിരിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് ദാൽ തടാകത്തിന് കരയിലുള്ള ഒരു പള്ളി മനോഹരമാക്കിയെടുത്തു. അതിനകത്ത് വേറെ പിരിവുകളൊന്നുമില്ല, എല്ലാം കേന്ദ്ര സർക്കാർ ഫണ്ട് ഉൾപ്പെടെ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വലിയത് അത് ശരിക്കും ഈ പള്ളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാകും, ഇവിടെയുള്ള മസ്ജിദ് പോലെയാണ് അതെന്ന്. അല്ല,
ഉം. അത് ഒരു ഒരു ടൂർ വിനോദ കേന്ദ്രത്തിൻ്റെത് പോലെ, അതായത് ആളുകൾക്ക് കാഴ്ചകൾ കൂടി കാണാം അവിടെ. അതായത് മുഗളന്മാരുടെ കാലത്ത് രാജാ ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ്. അത് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, മാർബിൾസ് ഉം. എല്ലാം വിരിച്ചിട്ട്. അപ്പോൾ നിസ്കാരം നടക്കുന്നുണ്ട്, പള്ളി പള്ളി തന്നെയാണ്, മസ്ജിദ് തന്നെ. പക്ഷെ ആ ഉം. മസ്ജിദിനപ്പുറത്തേക്ക് അതൊരു പിന്നെന്താ ടൂറിസ്റ്റുകളെ കൂടി അത് കാഴ്ചയ്ക്ക് കണ്ണിന് വിരുന്നൊരുക്കുന്ന ഒരു രീതിയാണ്. ഗാർഡനും ഒക്കെ ഉണ്ട്, വലിയ രീതി. അത് അങ്ങനെ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിലെ ഒരു മസ്ജിദും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകരുത്. രണ്ടും രണ്ടാണ്. ഉം. 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 അപ്പോ ഇത് ദർഗയാണ്. മസ്ജിദ് നമ്മൾ എന്ന് പോയാൽ പറയുമ്പോൾ നമുക്കും കയറാം. നമുക്കും കയറാം. അതായത് ഈ ഇസ്ലാമികളുടെ ഇപ്പൊ നമ്മുടെ അജ്മീർ ദർഗയൊക്കെ അത് ഹിന്ദുക്കൾക്കും പോയി നമുക്ക് കയറാം. അത് ദർഗകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു എന്താണ് ഒരു നമ്മുടെ ക്രിസ്ത്യാനികളിലാണെങ്കിൽ അതിനെ നമ്മൾ പുണ്യാളൻ ഉം. എന്ന് പറയും, വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയും. അങ്ങനെ ഈ ഉം. ഉം. മുസ്ലിംസിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന കബറിടത്തിന് ദർഗയായിട്ട് കണക്ക് കൂട്ടും. ഉം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നബിയുടെ ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ പള്ളി എന്ന് പറയുന്ന നബിയുടെ മുടി തിരുകേശം ഇരിക്കുന്ന അതെ ഒരു അതെ അതെ അതെ. ദേവാലയമാണ് അത്. അപ്പൊ അത് എല്ലാവർക്കും ചെല്ലാവുന്നതാണ്. നേർച്ചകൾ ഇടാം. ശരിക്കും പറഞ്ഞാൽ ധനുഷ് ഈ ദർഗയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നേർച്ചകൾ കണ്ടാൽ ഇവിടുത്തെ ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അത് ഷിയ ഉം. വിഭാഗങ്ങളുടെയാണ് കൂടുതലും ദർഗകളും മറ്റുമൊക്കെ. അപ്പൊ ഉം. ഏതായാലും ഇതൊരു വലിയ പള്ളിയാണ്, ഫേമസ് പള്ളിയാണ്. ഇവിടെ നിസ്കാരങ്ങളും മറ്റും നടക്കുന്നതാണ്. പലപ്പോഴും ഈ ഭീകരാക്രമണത്തിന് വേദിയായിട്ടുമുണ്ട് ഇത്. അത് പുതുക്കി പണിയുന്നു. പുതുക്കി പണിതിന് ശേഷം ഉം. അവിടെ ഒരു ഫലകം സ്ഥാപിക്കുന്നു. ഈ സ്തൂപമോ പ്രതിമയോ ഒന്നും അല്ല അവിടെ സ്ഥാപിച്ചത്, ഒരു ഫലകം. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യും, ഈ ഗ്രാനൈറ്റിൽ ഗോൾഡൻ കളറിൽ എഴുതി അതെ അതെ. വെക്കും, ഉദ്ഘാടകൻ ആര്, പിന്നെ അധ്യക്ഷ പ്രസംഗം ആര് എന്ന് എഴുതി വെക്കും. അതിൽ പേര് വന്നില്ലെങ്കിൽ ഇടിയ നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ സാധാരണ നമ്മുടെ സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ സംസ്ഥാന സർക്കാരിന്റെ എംബ്ലം ഉണ്ട്, രണ്ട് ആന നിൽക്കുന്ന ഒരു എംബ്ലമാണ് നമ്മുടെ കേരളത്തിന്റെ. ഉം. അതും കൂടെ പ്രദർശിപ്പിച്ചോണ്ടായിരിക്കും വെക്കുന്നത്. അതിനൊരു ലീഗൽ അതോറിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മളിത് വെക്കുന്നത്. ഉം. ഇതേപോലെ തന്നെയാണ് ഈ പള്ളി ഇത് കഴിഞ്ഞ് അതിന്റെ പുനരുദ്ധാരണമായി കഴിഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ മുടക്കി, 1-2 രൂപയല്ല. അതെല്ലാം ഉം. കഴിഞ്ഞിട്ട് അവർ അതിന്റെ ഒരു ശിലാഫലകം സ്ഥാപിച്ചു. പള്ളിയിലല്ല സ്ഥാപിച്ചു, പള്ളി സ്ഥാപിക്കാനും പറ്റില്ല. അത് പള്ളിക്ക് പുറത്ത് ഗവൺമെന്റ് തന്നെ അവർ സ്ഥാപിച്ചു. ഈ പള്ളി ഇന്ന സമയത്ത് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനകത്ത് വിശദമായി. കാരണം എന്തിനുകൊണ്ടാണ് നമ്മൾ ഈ ഫലകങ്ങൾ സ്ഥാപിക്കുന്നത് വെച്ചാൽ വരും തലമുറയ്ക്ക് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതായത് വരും തലമുറയ്ക്ക് ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ഫലകങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. ആ ഫലകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും, AD ഇത്രാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചത്, ഇന്ന രാജാവ് സ്ഥാപിച്ചത് എന്ന് എഴുതി വെക്കും. അതൊരു രീതിയാണ്. ഇവിടെ മാത്രമല്ല, യൂറോപ്യൻ കൺട്രീസിലും ഇത് തന്നെയാണ് രീതി. രീതിക്ക് വ്യത്യാസമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മുടെ ഉം. നാട്ടിൽ ഈ കല്ല് ഇതണക്കുള്ള ശിലാഫലകം ഇടുമ്പോൾ അടിച്ചോണ്ട് പോകുമായിരുന്നു CPM. കോൺഗ്രസ്സുകാർ ഇടുമ്പോൾ CPM അടിച്ചോണ്ട് പോകും, CPM ഇടുമ്പോൾ കോൺഗ്രസ്സുകാർ അടിച്ചോണ്ട് പോകും. അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അപ്പം ശിലാഫലകം സ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം അത് വരും തലമുറയ്ക്ക് കാണാം. നമുക്കറിയത്തില്ല, ഇതുവഴിയൊക്കെ പോകുമ്പം ഈ ബസ് സ്റ്റാൻഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇന്ന MP വക എന്നുള്ളത്. അതിപ്പോ ആരും എഴുതി അതെ. വെക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ അതിന്റെ വേറെ ടൈപ്പ് തന്നെ അതിവിടെ സ്ഥാപിച്ച്, ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇത് വലിയ വിഷയമായി മാറുന്നു. അവിടുത്തെ വെള്ളിയാഴ്ച അവിടെ ഈ കാശ്മീരിൽ വെള്ളിയാഴ്ച, കാശ്മീരിലല്ല ഇന്ത്യ ഒട്ടാകെ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷമാണ് പലയിടത്തും ഈ കലാപത്തിനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത്. അപ്പം ഉം. ഈ നിസ്കാരത്തിന് ശേഷം ഇവർ തെരുവിലേക്ക് ഇറങ്ങുന്നു. വലിയ രീതിയിൽ തന്നെ ഒരു കലാപത്തിന് വാണ്ടാലിസത്തിന് ഒരുക്കം കൂട്ടുന്നു. ഒരുക്കം കൂട്ടിയതിന് ശേഷം ഇത് കുത്തി കീറുന്നു. ഏതാ ഈ പറയുന്ന അശോക സ്തംഭം ഇടിച്ച് പിന്നെ ഇടിച്ച് വികൃതമാക്കുകയാണ്. നശിപ്പിക്കുന്നു. ഇടിച്ച് അതെ. നശിപ്പിക്കുന്നു. അത് തന്നെ നശിപ്പിക്കുന്നു. അത് അനിസ്ലാമികമാണെന്നാണ് സ്വാഭാവികമായും പറയുന്നത്. അനിസ്ലാമികമാണ്, ഈ ചിഹ്നം പാടില്ല എന്നുള്ളത്. നേരത്തെ ധനുഷ് ചോദിച്ചാൽ അത് തന്നെയാണ് ഉത്തരം. പണം കൈവെക്കുന്നതിന് കുഴപ്പമില്ല. പണത്തിനകത്ത് തലങ്ങും വിലങ്ങും നമ്മുടെ അശോക സ്തംഭം ഉണ്ട്, അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന നോട്ടിനകത്ത്, പാസ്പോർട്ടിനകത്തുണ്ട്. നമ്മുടെ ഏതിനകത്താണ് ഇല്ലാത്തത്? ഉം. അതിനുശേഷം പോലീസ് ഇറങ്ങുന്നു. പോലീസ് കഴിഞ്ഞിട്ട് പട്ടാളം അവിടെ ഇറങ്ങുന്നു. പട്ടാളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 20 പേരെ പൊക്കി അങ്ങ് അകത്തിട്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമായി. വീണ്ടും പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ അതുവരെ നമ്മുടെ ഗവർണർ, അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ മിണ്ടിയില്ല. എന്താണെന്നും പുള്ളി മിണ്ടാനൊന്നും പോയിട്ടാണ് തീരട്ടെന്ന് വെച്ചു. പുള്ളി പറഞ്ഞേ, അതായത് ഈ വിഘടനവാദത്തിന്റെ ഒന്നും തീർന്നു പോയെന്നൊന്നും ഞങ്ങൾ കരുതുന്നവരല്ല, തീർന്നു പോയിട്ടില്ലെന്നും അറിയാം. അതുകൊണ്ട് ഈ വക പണിയൊന്നും ഇവിടെ നടക്കത്തില്ല. അതൊക്കെ പണ്ട്, അതായത് 370-ാം വകുപ്പൊക്കെ എടുത്ത് കളയുന്നതിന് മുമ്പ് ഇതിനൊക്കെയുള്ള അഭ്യാസങ്ങളും നാടകങ്ങളൊക്കെ ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞു. അവിടെ തകർത്തവനെ പൊക്കെ അകത്തിട്ടിരിക്കുക. 20 പേര് അകത്ത് പോയി സൈന്യം വളരെ ശക്തമായിട്ട് ഇറങ്ങിയതോടുകൂടി അവിടെ പ്രശ്നം തീർന്നു. പ്രശ്നം തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവർ കോംപ്രമൈസ് ആയത്, അങ്ങനെയല്ല ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ്, അങ്ങനെ വരുമല്ലോ. ഇതിന്റെ ഇടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വോട്ട് വേണം. അപ്പോഴാണ് നാഷണൽ കോൺഫറൻസിന്റെയും ഫറൂഖ് അബ്ദുള്ളയൊക്കെ രംഗത്തെത്തുന്നു, പിന്തുണ കൊടുക്കുന്നു. പിന്നെ മെഹബൂബ മുഫ്തി പിന്തുണ കൊടുക്കുന്നു. പക്ഷെ പഴയ നിന്നൊക്കെയല്ല, ഏശുന്നില്ല. നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞപ്പോൾ ഇവിടുള്ള മുസ്ലിം മീഡിയകൾ, മാധ്യമങ്ങൾ പറഞ്ഞ എന്താണ്,
അവിടെ മുസ്ലിം സഹോദരങ്ങളാണ് ഇവരെ കോരിയെടുത്തുകൊണ്ട് പോയത്. അതാണ് ഇതാണ് വലിയതായിട്ട് കാശ്മീരിലെ മുസ്ലിം സഹോദരങ്ങൾ. അവിടെ എത്ര പ്രാദേശികവാസികൾ പോലീസിന്റെ കസ്റ്റഡിയിൽ NIA കസ്റ്റഡിയിലുണ്ടായി? 2400 പേര് 2400 പേര് കസ്റ്റഡിയിലായി. അതിലിപ്പോഴും എത്ര പേര് അകത്തായി കിടപ്പുണ്ട്? ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ളവര്. പ്രാദേശിക സഹായമില്ലാതെ ഈ ഭീകരർക്ക് അകത്ത് വരാൻ പറ്റില്ല. അന്ന് നമ്മൾ പറഞ്ഞു ഇത് പുറത്തുനിന്ന് വന്നിട്ട് അവിടെ തമ്പടിച്ചാൽ പ്രാദേശിക സഹായമില്ലാതെ കാശ്മീരിന്റെ മുക്കിലും മൂലയിലും ഒരു ഭീകരവാദിക്കും പുറത്തുനിന്ന് എത്താൻ കഴിയില്ല. പിടിച്ചില്ലേ? അകത്ത് കിടക്കുന്നില്ലേ? അതാരാ അകത്ത് കിടക്കുന്നവരാ? ഈ പഹൽഗാമിന് ചുറ്റും നിൽക്കുന്ന ആളുകളായിരുന്നു. കുതിരസവാരിയും മറ്റുമൊക്കെ നടത്തുന്നവന്മാരായിരുന്നത്. അതായത് ഈ സ്നേഹം ഒലിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സ്നേഹം ഒലിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. ഒറ്റത്തവണയെ കേട്ടുള്ളൂ. ഉടനെ തന്നെ അവരൊരു പ്രകടനം നടത്തുന്നു കാശ്മീരിൽ, ഞങ്ങൾ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ്. നമ്മൾ കാശ്മീരികളെ മുഴുവൻ അതായിട്ട് ചിത്രീകരിക്കുകയല്ല, അതിനകത്ത് ഉള്ളൊരു വശമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ ബ്ലോഗർമാരൊക്കെ അവിടെ പോയിട്ട് ഈ വഴിയോര കച്ചവടക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പാകിസ്ഥാനാണ് ഞങ്ങളുടെ രാജ്യം, ഇന്ത്യ അല്ല എന്ന്. ഇന്ത്യയിൽ ഇരുന്ന് കച്ചവടം ചെയ്തുകൊണ്ട് പറയുന്ന വിവരദോഷികളുടെ നാളാണ്. അപ്പൊ അവിടെ ഇപ്പോഴും ഉണ്ട് ഒരു വലിയ വിഭാഗം. കാരണം അവരുടെ ബുദ്ധി മുഴുവൻ പണയം വെച്ചിരിക്കുന്ന അവർ ജമാഅത്തെ ഇസ്ലാമിക്കാണ്. ജമാഅത്തെ ഇസ്ലാമിക് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളും മറ്റും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ജമാഅത്തെ ഇസ്ലാമിക് കാശ്മീർ നിരോധിച്ചിരിക്കുകയാണ്, എങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ബുദ്ധിയും കുബുദ്ധിയുമാണ് അവിടെ ഉള്ള ഒരു വിഭാഗം പേരിൽ ഇപ്പോഴും. ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത് വെച്ചാൽ, സൈന്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ നടപടികളെടുത്തു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഭീകരവാദികളുടെ വീട് ഇസ്രായേൽ മോഡലില് വീട് തന്നെ തകർത്ത് കളയണം. ഡിറ്റൈനറും മറ്റും വെച്ചിട്ട് വീട് അടിച്ച് തകർത്ത് കളയാണ് വീട്. നമ്മൾ കണ്ടത് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ട് വീടുകൾ തകർക്കുന്നത്. അങ്ങനെ 6-7 വീടുകൾ തകർത്തു. അപ്പൊ ഒരു വിഷയമായിട്ട് വന്നു. അപ്പൊ പറഞ്ഞു ഇത്രേ ഉള്ളു കാര്യം, ഇവിടെ നിന്നിട്ടാണ് അവനിത് ചെയ്യുന്നതെങ്കിൽ ഈ വീട് ഇവിടെ വേണ്ട, ഈ രാജ്യത്ത് വേണ്ട, അതാണ് ഞങ്ങളുടെ പോളിസി. കൃത്യമായി തന്നെ സന്ദേശം എത്തി. എല്ലാ വീടുകളിലും റെയ്ഡായി. ഏതു സമയവും റെയ്ഡ് എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഈ സൈന്യത്തിനൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളായിരുന്നു ഇത്. കടന്നു ചെല്ലാൻ പറ്റാത്തെന്ന് ഞാൻ പറയുമ്പോൾ സൈന്യത്തിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇവര് സംഘടിക്കും. ഇവര് സംഘടിച്ച് തെരുവിലും മറ്റുമൊക്കെ സംഘടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ED റെയ്ഡിന് പോപ്പുലർ ഫ്രണ്ടുകാർ സംഘടിച്ചിട്ടില്ലേ? അതേപോലെ സംഘടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? രാഷ്ട്രീയക്കാർ പറയും അയ്യോ സൈന്യം പോകണ്ട കേട്ടോ അങ്ങോട്ട്. അല്ല, സൈന്യത്തിന് പോകാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. സൈന്യം അപ്പൊ സ്വാഭാവികമായിട്ട് നീങ്ങത്തില്ല. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ പണിയില്ല, കയറുക. അതുമാത്രമല്ല, ഈ പുതിയ നിയമം വന്നതിന് ശേഷം ഭീകരവാദികൾക്ക് ആര് സഹായം ചെയ്യുന്നു അവന്റെ വീടും കുടിയും സ്ഥലവും അടക്കം സർക്കാർ ജപ്തി ചെയ്തുകൊണ്ട് കൊണ്ടുപോകും, ഇവനെ പിടിച്ച് അകത്തിടുകയും ചെയ്യും. മുമ്പ് അതില്ലായിരുന്നു. ഇപ്പൊ ആ പരിപാടി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ജനം ഭയന്നു തുടങ്ങി. കാരണം ഇവനെ ഹെൽപ്പ് ചെയ്താലോ, ഇവൻ അഭയം കൊടുത്താലോ എൻ്റെ വീടും പോവും, സ്ഥലവും പോവും, ഞാനും പോവും. അവൻ മാത്രമല്ല, അവൻ കാലവരിക്ക് പോവും, ഞാൻ അകത്തും പോവും. അപ്പൊ ഏത് വേണം എന്നുള്ളത് അവന് ചിന്തിക്കാൻ സമയം കിട്ടി. അവിടെയാണ് ഇപ്പോഴീ ഓപ്പറേഷൻ. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കാശ്മീരിൽ നിന്ന് വരുന്ന വാർത്ത, നിബിഡ വനങ്ങൾക്കുള്ളിൽ ബങ്കറുകൾ സ്ഥാപിക്കുകയാണ് ഈ ഭീകരന്മാർ തങ്ങാൻ വേണ്ടി. ഈ ഗുഹയെ കണ്ടെത്തുക, ഗുഹയ്ക്കകത്ത് അവർ കഴിയുക, ഇതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സൈന്യത്തിന് കുറച്ചുകൂടെ റിസ്ക് ആണ് ഈ നിബിഡ വനത്തിൽ പോയിട്ട് ഇവരെ കണ്ടെത്തി അവരുടെ ബങ്കറുകൾ നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ കാഷ്വാലിറ്റി, അതായത് സിവിലിയൻസിന്റെ കാഷ്വാലിറ്റി സൈന്യത്തിന് ഒഴിവാക്കാൻ പറ്റും. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിലിയൻസിന്റെ ഇടയിലാണ് ഇവർ നിൽക്കുന്നത്, ഭീകരന്മാർ നിൽക്കുന്നത്. അപ്പൊ ആ വീട് മാത്രം കണക്ട് ചെയ്തുകൊണ്ട് ആ വീടിനെ തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക് ആയിരുന്നു. അപ്പൊ വെടിവെപ്പൊക്കെ നടത്തി ആർക്കും പരിക്ക് പറ്റാതെ ചെയ്യണം. അത് വേണ്ട. ഈ അടുത്ത് കുറെ വീഡിയോകളൊക്കെ ഒരു പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാകും. ഈ ഗുഹകളിലൊക്കെ കൊണ്ടുവന്നിട്ട് സൈന്യം ബോംബുകൾ സ്ഥാപിക്കുക, എന്നൊരു ഒറ്റ സ്വിച്ച് ആയിടുന്നു. അപ്പൊ നമ്മൾ കാണാം ആ മലയുടെ അവിടെ ഈ കോറിയില് പാറ പൊട്ടിക്കുന്നതൊക്കെ പൊട്ട എന്ന് പറഞ്ഞ് എല്ലായിടത്തും പൊട്ടുന്ന വിഷയം. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ ചാനൽസും അത് കാണിച്ചിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന അത് വലിയൊരു ഓപ്പറേഷൻ കാശ്മീരിൽ നടക്കുന്നുണ്ട്. അതായത് സമാന്തരമായ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇനി അവിടുന്ന് കംപ്ലീറ്റ് റൂട്ടടക്കം, അതായത് അടിവേരടക്കം അറത്തുകൊണ്ട് മുൻപോട്ട് പോവുക ഭീകരവാദത്തിന്റെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും സൈന്യം പറയുന്ന അതിർത്തി ജില്ലകളിൽ എവിടെയെങ്കിലും അവർ വീണ്ടും ഒരു സ്ഫോടനമോ മറ്റോ നടത്താൻ സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച്, ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ എവിടെയെങ്കിലും അവർക്കൊരു സ്ഫോടനം നടത്തി ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കാരണം അവർക്ക് അതിനും മാത്രം ഒരു അപമാനമാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട്. ആ അപമാനത്തെ മറികടക്കണം, അവരുടെ സൈന്യത്തിന് മറികടക്കണം, ഭീകരവാദികൾക്ക് മറികടക്കണം, ഭരണകക്ഷിക്ക് മറികടക്കണം. ആ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരിടത്ത് അവർക്കൊരു ഒരു ബ്ലാസ്റ്റിംഗ് അവർക്ക് നടത്തണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ പണി നടത്തണം. അത് നടത്താതെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റെയ്ഡ് ഇപ്പോൾ വളരെ ശക്തമായി നടക്കുന്നു. ഇന്നലെ കാശ്മീരിൽ മാത്രമല്ല, ഡൽഹിയിലും ഹരിയാനയിലും അടക്കം NIA റെയ്ഡ് നടത്തി കുറെ പേരെ പൊക്കിക്കൊണ്ട് പോയിരുന്നു. അപ്പോൾ അവിടെ വ്യാപകമായ റെയ്ഡ്. ഇപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ജനം ഭയം കൊണ്ട് കൂടിയാണ്, സ്നേഹം മാത്രമല്ല ഭയം കൂടെ കൊണ്ട് ഇപ്പോൾ ഭീകരർക്ക് താവളം അവർ കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നില്ല. അതുകൊണ്ട് സൈന്യത്തിനൊരു ദോഷം കൂടിയുണ്ട്, അതും കൂടെ നമ്മൾ പറയണം.
ഇവർ ഈ പിന്നെ ഗ്രാമങ്ങളിലൊക്കെ വന്ന് തമ്പടിക്കുമ്പോൾ അവിടുത്തെ ജനം തന്നെ പട്ടാളത്തിന് ഒറ്റിക്കൊടുക്കുമായിരുന്നു ഇന്നവർ അവിടെ ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു ഉം. സോഴ്സ് പോയി, കാരണം ഇവർ ഈ വനത്തിനുള്ളിലായതുകൊണ്ട്. രണ്ടാമത്തെ സൈന്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വാലിറ്റി, അതായത് ഇപ്പൊ സിവിലിയൻസിന്റെ കാഷ്വാലിറ്റി ഇല്ലാതെ ഇവന്മാരെ തീർക്കാൻ പറ്റി. അതാണ് ഞാൻ ഉം. നേരത്തെ പറഞ്ഞത്, ഈ മലകളുടെ ഈ ഇടയ്ക്കുള്ളത് ഈ ഗുഹകളിലൊക്കെ കൊണ്ടുവന്ന് ഇവർ പട്ടാളം സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് റിമോട്ട് വെച്ചിട്ട് അടിച്ചടിച്ച് പൊട്ടിച്ച് കളയുന്നത്. അതുപോലെ നടക്കില്ല. ഈ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് ഇവരോട് ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ നടക്കില്ല. ഏതായാലും ഒരുപക്ഷെ പുറം ലോകത്ത് ആരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു, ഇല്ലെങ്കിൽ വാർത്തയിൽ വലിയ പ്രാധാന്യം കിട്ടിപ്പോകാത്തതായ ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാശ്മീരിൽ നടക്കുന്ന ഒരു വമ്പൻ ഓപ്പറേഷനാണ്, ഒരു ക്ലീൻ കാശ്മീർ ഓപ്പറേഷനാണ്, ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള ഓപ്പറേഷനാണ്. അത് ഭീകരവാദികളോ അവർക്ക് വരുന്ന റൂട്ടുകളോ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളോ പാടെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള. അതുകൊണ്ടാണ് ഫറൂഖ് അബ്ദുള്ളയുടെ മറ്റുമൊക്കെ പ്രതിഷേധം ഒരൊറ്റ പ്രസ്താവനയ്ക്ക് അത് ഒതുങ്ങി. ഈ പറയുന്ന ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കേസ്, ആ ഒരു എന്താ പറയുന്നത്, ആ പ്രതിഷേധങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ലാതെ പോയതിന്റെ കാര്യം ഇതാണ്. കാരണം ചില സ്ഥലങ്ങളിൽ നമുക്ക് ബലം പ്രയോഗിക്കേണ്ടതായി വരും ചില ഉം. വിഷയങ്ങൾ തീർക്കുന്നതിന്. അവിടെ നമ്മൾ ഉം. തത്വം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതാണ് അവിടെ നടക്കുന്നത് വലിയ രീതിയിൽ തന്നെ. പക്ഷെ ജനം വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഉം. കാരണം അവിടെ വികസനം പഴയതുപോലെ അല്ല, വലിയ രീതിയിലുള്ള വികസനങ്ങളും റോഡും ഒക്കെ വന്ന് വലിയ രീതിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഒരു ന്യൂനപക്ഷമാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്, ഉം. ഭൂരിപക്ഷമല്ല. ആ ഉം. ന്യൂനപക്ഷമാണ് അവിടെ കിടന്ന് ഈ പണി മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരെ കൂടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം ആണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ഇപ്പം ഈ വോട്ടേഴ്സ് SIR കൂടെ ഒക്കെ ഇപ്പൊ കാശ്മീരിൽ നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ പേര്, കാരണം റോഹിംഗ്യകളടക്കം അനവധി കുടിയേറ്റക്കാർ ഈ കാശ്മീരിലുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടുന്ന് 100-150 പേരൊക്കെ പിടിക്കാറും ഒക്കെ ഉണ്ട്. കാരണം ഈ ഉം. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരും റോഹിംഗ്യകളുമൊക്കെ നേരെ കയറിപ്പോകുന്നത് കാശ്മീരിലേക്ക്. കാരണം ഭീകരർ ഇവരെ അവിടെ എത്തിക്കും, റിക്രൂട്ട് ചെയ്യും. ഉം. അവരെ സംബന്ധിച്ചൊരു ജോലിയുമായി ഈ ബോംബും ചുമന്നുകൊണ്ട് പോകാനോ ഇല്ലെങ്കിൽ ചാവേറാകാനോ ഒക്കെ വേണ്ടിയിട്ട്. കാരണം റോഹിംഗ്യകളെ ഇന്ത്യയിൽ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചാവേറുകൾക്ക് വേണ്ടിയിട്ടും ഭീകരാക്രമണത്തിന് വേണ്ടിയാണ്. കാരണം ഇതുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, നിങ്ങൾക്ക് ജീവിക്കുകയും വേണം, തലയ്ക്കകത്ത് ബുദ്ധിയും ഇല്ല. അപ്പോൾ അതുങ്ങളുടെ ദേഹത്ത് ബോംബൊക്കെ കെട്ടിവെച്ചിടത്തും വിടുക എന്നുള്ള ഒരു പരിപാടിയാണ് അവർ ഉം. ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വലിയ രീതിയിൽ തന്നെ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും ഒക്കെ കാശ്മീരിലും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ വോട്ടേഴ്സിൻ്റെ ഇത് വരുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ ക്ലിയർ ആകും എന്നാണ് കരുതുന്നത്.